നമസ്കാരം. രാജ്യം അതിനിർണായകമായൊരു പൊതുതെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിൽക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ബാക്കിയുള്ളത് ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പോഴും നാഷണൽ ലെവലിൽ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമല്ല. ഒരു വ്യക്തമായ ട്രെൻഡില്ല. 400 സീറ്റൊക്കെ നേടി വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെ തുടക്കത്തിൽ BJP ഒരു ആത്മവിശ്വാസം മുഴക്കിയിരുന്നെങ്കിലും പിന്നീട് അത് 350-ലേക്ക് താഴ്ന്നതും ഇപ്പോൾ BJPയുടെ ഒരു ഇൻറ്റേർണൽ സർവേ വന്നിരിക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തിരിച്ചടി എന്ന് വെച്ചാൽ ഇന്ത്യ ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലൊക്കെ വലിയ തോതിൽ തിരിച്ചടി പാർട്ടി നേരിടുമെന്ന് സ്വയം ഒരു വിലയിരുത്തൽ BJP നടത്തുകയാണ്. ഒപ്പം ഇന്നലെ ഒരു പ്രധാനപ്പെട്ട സർവേ കൂടി വന്നിട്ടുണ്ട്. ആ സർവേയിലും BJPക്ക് കാര്യമായ ക്ഷീണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി വരുന്നു. അപ്പോൾ അതായത് BJPക്ക് 2 തവണ രാജ്യം ഭരിച്ച BJPക്ക് ഒരു ക്ഷീണമുണ്ടാക്കുന്നതാണോ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? അതാണോ ഈ ഒരു നാഷണൽ ലെവലിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണേണ്ട ട്രെൻഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം സംസാരിക്കുകയാണ്. സാഹിബ്, ഇപ്പോൾ BJPയുടെ തന്നെ ഒരു ഇൻറ്റേർണൽ സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ BJP അതിനെ മറികടക്കാൻ ഏതെല്ലാം തരത്തിലുള്ള നീക്കങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്? ഇതിൽ BJP ഇങ്ങനൊരു ഇൻറ്റേർണൽ സർവേ നടത്തിയിട്ടുണ്ടെന്നും അതിൽ വൻ തിരിച്ചടിയല്ല, പ്രതീക്ഷിച്ച വിജയം പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കില്ല എന്നതിൽ പറയുന്നുവെന്നും ഈ ദേശീയ മാധ്യമങ്ങളിൽ പലയിടത്തും വരുന്നുണ്ട്. അതുകൂടാതെ വേറെ നാഷണൽ ദേശീയ ടെലിവിഷൻ ചാനലുകൾ എന്ന് പറയുന്ന ചാനലുകളിൽ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയ സർവേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ സേഫ് പറഞ്ഞ 400, ചില ചാനലിലെ സർവേ കണ്ടാൽ ഈ 600 സീറ്റൊക്കെ നേടുമോ തോന്നി, ഉള്ള സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് നേടുമോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഗ്രാജുവൽ അതിങ്ങനെ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിലുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ പറയുന്നത് പല ചാനലുകളും ഇപ്പോൾ നടത്തിയുള്ള സർവേസ് അവർ പുറത്തുവിടരുതെന്ന് ബോസ് ആവശ്യപ്പെട്ടതുകൊണ്ട് പുറത്തുവിടുന്നില്ല. പക്ഷെ പുറത്തുവിടാത്തത് അത് ഭൂരിപക്ഷം കിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല, ഭൂരിപക്ഷം കിട്ടുന്നത് തന്നെയാണ്. വെച്ചാൽ ജസ്റ്റ് എബോവ് ഈ ഈ മാജിക് നമ്പർ ആണ് ആ സർവീസ് കാണിക്കുന്നത്. അത് തന്നെ പുറത്തു വരുന്നത് നമുക്ക് പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളിതിപ്പോൾ കൊടുക്കണ്ട എന്ന് ബോസ് പറഞ്ഞു. ജിയുടെ നിർദ്ദേശമുള്ളതുകൊണ്ട് കൊടുക്കുന്നില്ല, നടത്തിയ സർവേസ് തന്നെ പലതും കൊടുക്കുന്നില്ല എന്ന് ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. അടിസ്ഥാനപരമായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർവേസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആണല്ലോ. ഇപ്പോൾ ലാലു പ്രസാദ് യാദവ് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ സർവേ എന്ന് പറഞ്ഞ് വരുന്നത് നിങ്ങൾ ഈ നഗരത്തിലുള്ള പാൻറ് ഇട്ട് ഇൻസൈഡാക്കി ആൾക്കാരോട് അഭിപ്രായം ചോദിച്ച് പോകുന്നതാണ്. അവരാരും എനിക്ക് വോട്ട് ചെയ്യാറില്ല, എനിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കാണാറുമില്ല എന്ന് മുമ്പ് ലാലു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം ബീഹാറിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇത്തരം സർവേസ് തെറ്റാറുണ്ട്. സാമ്പിളിങ്ങിൻ്റെ ഒരു അടിസ്ഥാനപരമായ പ്രശ്നമുണ്ടല്ലോ, കുറച്ച് സാമ്പിൾസാണ് എടുക്കുക. അത് തന്നെ ഇത് നടത്തുന്ന ഏജൻസി അവർക്ക് സൗകര്യപ്രദമായ പ്രദേശങ്ങളിൽ പോയിട്ടാണ് അവർ ആളുകളുടെ റെസ്പോൺസ് എടുക്കുക. വിദൂര ഗ്രാമങ്ങളിൽ പോകാനോ അതിനൊന്നും അവർ മെനക്കെടില്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊരു കോണ്ടെക്സ്റ്റിൽ വിശ്വസനീയമായൊരു കാര്യമാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ അതേസമയം അതിൽ ചില സൂചകങ്ങൾ നമുക്ക് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദു പുറത്തുവിട്ടിട്ടുള്ള ഹിന്ദു ലോക്നീതി CSDS സർവേ, അത് ഇതല്ല, സീറ്റുകളുടെ എണ്ണയല്ല, മൂഡ് ഓഫ് ദ നാഷൻ എന്ന് പറയാവുന്ന സ്വഭാവത്തിലുള്ള ഒരിതാണ്. അപ്പോൾ അതിനകത്ത് മോഡിയുടെ മോശം ഏരിയ ആയിട്ട്, അയാളുടെ പെർഫോമൻസിൽ മോശം ഏരിയ ആയിട്ട് 24% ആളുകൾ അൺഎംപ്ലോയ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഇൻഫ്ലേഷനും പ്രൈസ് ഹൈക്കും 24% പറഞ്ഞിട്ടുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് 24% ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ദാരിദ്ര്യം 10% ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചകമാണ്. പക്ഷേ അത് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, മോഡിയുടെ ഏറ്റവും അഡ്മയർഡ് ആക്ഷൻ എന്നാൽ ഏറ്റവും അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടെന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ 23% ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? റാം മന്ദിറാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. ഇപ്പം മോഡിജിയുടെ ഭരണത്തിൽ ഭയങ്കരമായ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്, പോവർട്ടി ഉണ്ടായിട്ടുണ്ട്, വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്രയധികം ജനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു ക്വസ്റ്റ്യനെയറിൽ 23% ജനങ്ങൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത്? റാം മന്ദിർ ഉണ്ടാക്കി എന്നുള്ളത് അതിമഹത്തായ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഇത്രയും വലിയൊരു പോപ്പുലേഷൻ അവിടെ ഉണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം
എന്താണ് ഭയങ്കര ആവേശം നൽകുന്നൊരു സംഗതിയാണ്. ഉണ്ട്, നമ്മുടെ ടീം അവിടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവന്മാരെ ഒന്നും കൂടെ പിരികേറ്റി കഴിഞ്ഞാൽ സംഗതി കയറാൻ പറ്റും, നേടാൻ പറ്റും എന്ന് BJPക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൃത്യമായ ഒരു പൊസിഷനിലെത്താവുന്ന തരത്തിൽ അടിസ്ഥാനപരമായ സർവീസിന് അതിൻ്റെതായ ദൗർബല്യങ്ങളുണ്ട്. ഇനി അത് ഓക്കെയാണ് എന്നുള്ള നിലക്ക് തന്നെ എടുത്താലും വളരെ സ്പഷ്ടവും കൃത്യവുമായൊരു കൺക്ലൂഷനിലെത്താവുന്ന തരത്തിൽ കാര്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഇതിലെല്ലാമുള്ള പൊതുവായിട്ടുള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് പ്രത്യേകിച്ചൊന്നും നേടാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാ സർവീസിൻ്റെയും പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നൊരു മൂഡുണ്ടല്ലോ, ഈ ചാർസൗ എന്ന് പറയുന്ന ഇവരുടെ മുദ്രാവാക്യം, അതേതായാലും നടക്കാൻ പോകുന്നില്ല. ആ ഒരു ബോധത്തിൽ നിന്ന് BJPയും താഴേക്ക് വന്നിട്ടുണ്ട്. BJP തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ, മോഡി തന്നെ അധികാരത്തിൽ തുടരുകയാണെങ്കിൽ അതൊരു വീക്ക് NDA ആയിരിക്കും. BJP ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതായിരിക്കില്ല, ഒരു വീക്ക് NDA ഗവൺമെൻറ്. ഇനി ഇന്ത്യ മുന്നണിയാണ് വരുന്നതെങ്കിൽ അതും ഒരു വീക്ക് ഇന്ത്യ മുന്നണി, ഒരു ദുർബലമായ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൽ, ഒരു കോമ്പോസിഷനിലായിരിക്കും ആരാണെങ്കിലും വരിക. ഇപ്പോഴത്തെ നില വെച്ച് ഈ കണ്ട സർവേസും മൂഡ് ഓഫ് ദ നാഷൻ സർവേസും ഇതെല്ലാം വെച്ച് എൻ്റെ ഒരു നിഗമനം, നിലവിലുള്ള അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്, നിലവിലുള്ള അവസ്ഥയിൽ ഒരു വീക്ക് NDA എന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ അത് പ്രതിപക്ഷം എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഈ പറയുന്ന ഞാൻ പറഞ്ഞ 23% ജനങ്ങൾ രാം മന്ദിർ നിർമ്മിച്ചു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അത് പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വോട്ട് ബാങ്കിനെ വീണ്ടും അതിനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഇരിക്കെ തന്നെ നമ്മൾ കാണേണ്ടതാണ്, അത് 23% ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 77% ജനങ്ങൾ അങ്ങനെയല്ല കാണുന്നതെന്നും കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ അവിടെയുണ്ട്. ആ ഒരു പോപ്പുലേഷൻ അഡ്രസ്സ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് എത്ര അളവിൽ സാധിക്കും? അവരും അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ 23% തന്നെയാണോ? ഇതാണ് ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. കാത്തിരുന്ന് കാണാം. നിഷാദ്, ഈ 2 സർവേകളും കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഹിന്ദുത്വയിൽ ഊന്നിയുള്ള ലക്ഷ്യങ്ങൾക്കപ്പുറത്ത് രാജ്യം നേരിടുന്ന ഗൗരവതരത്തിലുള്ള വിഷയങ്ങൾ, ഇപ്പോൾ തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആളുകൾ കുറേയെങ്കിലും ചിന്തിക്കുമെന്നൊരു തോന്നൽ ഈ സർവേകളിലുണ്ടോ? അല്ല, ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയപരിപാടികളെ ഓഡിറ്റ് ചെയ്യുകയും ജനങ്ങളുടെ മുമ്പിൽ അതിനെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യുന്നതിൽ പ്രതിപക്ഷം എന്തുമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം. വളരെ വീക്കായിട്ടുള്ള പെർഫോമൻസാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ. എന്നിട്ട് കൂടിയും 24% ആളുകൾ വിലക്കയറ്റം പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ 24% ആളുകൾ വിലക്കയറ്റം പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ, അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെടുന്നു എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. CSDSൻ്റെ സർവേയിൽ 79% ആളുകൾ പറയുന്നു ഇന്ത്യ ഒരു ബഹുസ്വര ജനാധിപത്യ മതേതര രാജ്യമാണ്. അങ്ങനെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. 11% മാത്രം ആളുകളാണ് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന അഭിപ്രായം പറയുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഈ സർവേ പ്രത്യേകമായ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയിട്ടില്ല എന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചില സൂചനകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും പാർട്ടിയും വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ, സർക്കാർ അതിഗംഭീരം, സർക്കാർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പോലും 24% ആളുകൾ ഈ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ ഒരു ഏരിയ, പ്രതിപക്ഷത്തിന് വർക്ക് ചെയ്യാൻ ഒരു ഏരിയ അവിടെ കിടപ്പുണ്ട് എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതിൽ ഈ വിലക്കയറ്റം ഒരു പ്രധാന സംഗതിയാണ്. എന്ന് വെച്ചാൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഒപ്പം ഈ സാമ്പത്തിക അസമത്വം, ഇത് മൂന്നും ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാചകം. ആ ഗ്യാരണ്ടിയെ മാത്രം നമ്മൾ എടുത്ത് ഓഡിറ്റ് ചെയ്താൽ മോദി സർക്കാരിനെ എക്സ്പോസ് ചെയ്യാൻ കഴിയും, അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ നോക്കൂ, റെയിൽവേയിൽ മാത്രം 3 ലക്ഷത്തോളം തൊഴിലുകൾ ഒഴിഞ്ഞു നടക്കുന്നു. ആരെ നിയമിക്കേണ്ടതില്ല എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെ ഈ നോട്ട് നിരോധനം എന്ന് പറയുന്ന വലിയ സാമ്പത്തിക വിപ്ലവം നടപ്പിലാക്കിയതിനു ശേഷം മൊത്തം 50 ലക്ഷം പേർക്കെങ്കിലും ഇന്ത്യയിൽ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അവർക്കാർക്കും തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ തിരക്ക് പിടിച്ച GSTയുടെ നടപ്പാക്കൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ തോതിലുള്ള വ്യാപാര മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഷോക്ക് എന്താണ്, തൊഴിൽ നഷ്ടം എന്താണ് തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ കണക്കുകളെല്ലാം അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഏത് വലിയ എന്താ പറയുന്നത് ഈ ക്യാമ്പയിനിടയ്ക്കിലും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം അവിടെ കിടക്കുകയാണ്.
അതായത് ഇന്ത്യയിലെ 45% സ്വത്തും 1% വരുന്ന അതിസമ്പന്നരുടെ കയ്യിലേക്ക് മാറ്റപ്പെട്ട 10 വർഷമാണ് കഴിഞ്ഞു പോയിട്ടുള്ളതെന്ന യാഥാർത്ഥ്യം അവിടെ നിൽപ്പുണ്ട്. ആ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്ന 24% ആളുകൾ ഞങ്ങൾ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ആശയത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്, ആ പ്രശ്നത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിലെമ്പാടും ഈ അൺഎംപ്ലോയ്മെൻറ്റ് വിഷയത്തിൽ വലിയതുള്ള പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. ഈ അഗ്നിവീർ എന്ന പേരിൽ സൈന്യത്തിൽ കൊണ്ടുവന്ന ഏർപ്പാട്ടിനെതിരെ പോലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും നടന്നു. പക്ഷേ അതെവിടെയും കണ്ടില്ല. കാരണം എന്താണ്? അതൊന്നും മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയാവുകയോ, തൊഴിലില്ലായ്മ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും ബീഹാറിലും യു.പിയിലും അടക്കം സമരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതെവിടെയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയോ ആ നിലയ്ക്കുള്ള വിസിബിലിറ്റി അതിന് കിട്ടുകയോ ചെയ്തില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രവർത്തിച്ചാൽ ഇത്രയും വർഷം 10 വർഷം ഇന്ത്യ ഒരു പ്രത്യേക മതരാഷ്ട്രമാണ് എന്ന് സ്ഥാപിക്കാനുള്ള പണി എടുത്തിട്ടും 79% ആളുകൾ ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് അമിതാത്മവിശ്വാസത്തിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചു പോയിട്ടുണ്ടെന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു 10 വർഷത്തിന് ശേഷം. ഞങ്ങൾക്കുള്ള തൊഴിലെവിടെ, ഞങ്ങൾക്കുള്ള അരി എവിടെ, ഞങ്ങൾക്ക് നിങ്ങൾ വാഗ്ദത്തം ചെയ്ത വിലക്കുറവ് എവിടെയെന്ന് ജനം ചോദിക്കുന്നുണ്ട്. ഒരു വർഷം 2 കോടി തൊഴിൽ തരാമെന്നാണ് മോദി പ്രസംഗിക്കുന്നത്. 2 കോടി തൊഴിൽ കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല, വലിയ തോതിൽ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. കള്ളപ്പണം മുഴുവൻ ഞാൻ തിരികെ കൊണ്ടുവരാം എന്നാണ് മോദി പ്രസംഗിക്കുന്നത്. കള്ളപ്പണം ആരുടെയൊക്കെ കയ്യിൽ എവിടെയൊക്കെ ഉണ്ടെന്നതിൻ്റെ ഡേറ്റ പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം. ഏറ്റവും ദരിദ്രരായ മനുഷ്യർ കൂടുതൽ ദരിദ്രരാക്കപ്പെടുകയും സമ്പന്നർ അദാനിമാർ കൂടുതൽ ധനികരാവുകയും ചെയ്യുന്നതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. അത് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആളുകൾക്കെന്നത് BJP സംബന്ധിച്ച് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഘടകമാണ്. മറ്റൊന്ന്, ഇന്ത്യ ഹിന്ദുക്കളുടെ രാജ്യമാണ് എന്ന് ആവേശത്തോടെ പറയാൻ ആളെ കിട്ടുന്നില്ല എന്നതും BJPയെ സംബന്ധിച്ച് അവരുടെ പ്രോജക്റ്റിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ്. സോ അതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്, നേരത്തെ ദാവൂസ് പറഞ്ഞ പോലെ, ഈ രാമക്ഷേത്രം BJPയുടെ ഏറ്റവും വലിയ നേട്ടമാണ്, ഹിന്ദുക്കളെ ഒരുമിപ്പിക്കാൻ അത് കാരണമായിട്ടുണ്ട് എന്നൊക്കെയാണ് ആളുകളുടെ ഈ സർവേയിലെ കമൻറ്റ്. അതിനെ പരമാവധി ഫ്യൂവൽ ചെയ്യാനുള്ള കൂടുതൽ സംഗതികൾ ഉണ്ടായേക്കാം. അതാണ് നമ്മൾ ഇനി പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യം. എന്നാലും BJP സംബന്ധിച്ച് 400 എന്ന ഓവർ കോൺഫിഡൻസിൻ്റെ സാധ്യത ഏതാണ്ട് ഇല്ലാതാവുന്നു എന്ന് വേണം വിചാരിക്കണം. അപ്പോൾ അങ്ങനെ സർവേകളൊക്കെ പരിതാപകരമായ ഇന്ത്യൻ സാമൂഹിക സാഹചര്യത്തെ തുറന്നു കാട്ടുമ്പോഴും മോദി പഴയ ലൈനിൽ തന്നെ, അതായത് ഈ വർഗീയതയിൽ ചാലിച്ച ആയുധങ്ങളുമായി തന്നെ പ്രചാരണ വേദികളിൽ പ്രസംഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.